യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്. എന്റെ യേശുവേ, എന്റെ കർത്താവേ, യേശു എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇനി നാമത്തിൽ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇനി നാമത്തിൽ കൊറോണ ലോകം കാലഘട്ടങ്ങൾ കടന്നു പോകട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഭാരമുള്ളവരെ ആശ്വസിപ്പിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കുടുംബങ്ങളിലേക്ക് സമാധാനം തരട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മാറിയ രോഗങ്ങള്, വ്യാധികള്, ജീവിത ദുരിതങ്ങള് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാമവും പാടിടും യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഹൃദയത്തിൽ കൃതജ്ഞതയോടുകൂടി നമുക്ക് അമ്മയോട് ചേർന്ന് ആരാധനയ്ക്കായി മാധ്യസ്ഥം വഹിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം, കൃപാസനം, പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണം. വാഗ്ദാന പേടകമേ, ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥന് വേണ്ടി അപേക്ഷിക്കാം. നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം, കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ഉടമ്പടി പാലിക്കാൻ കുടുംബത്തിന് ശക്തി തരണമേ. തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണമേ. ഗാനങ്ങൾ ചേർന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം, പ്രസാദപര മാതാവേ, സന്നിധി പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഉടമ്പടി പാലിക്കാൻ എനിക്ക് തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ആരാധിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആത്മബന്ധമാണ് ആരാധനയുടെ അസ്ഥിവാരം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളത് ഓർക്കണം. കർത്താവ്, എന്തുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു? കാരണം എനിക്ക് ആരാധിക്കാൻ അവകാശമുണ്ട്, അർഹതയുണ്ട്. കാരണം എൻ്റെ ആത്മനാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവൻ മരണത്തെ വീണ്ടെടുത്ത് എനിക്ക് പകരക്കാരനായി മരിച്ച് ശിക്ഷ വാങ്ങിച്ച് എൻ്റെ വീണ്ടെടുപ്പിനും ഉയർത്തെഴുന്നേൽപ്പിനും നിത്യായുസ്സിന് വേണ്ടി അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഏക മധ്യസ്ഥനും ഏക രക്ഷകനുമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് ആരാധിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കുറച്ച് പേടികളുള്ള ആളാണ് ഞാൻ. ആരാധനാ സമൂഹത്തിന് വരുന്ന അബദ്ധങ്ങളുണ്ട്, അതുകൊണ്ടാണ് പേടി വരുന്നത്. ആരാധനാ സമൂഹം അതിൻ്റെ അബദ്ധങ്ങൾ തിരുത്തിയാൽ കർത്താവുമായിട്ട് ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്താ കാരണം എന്നറിയാവോ? കർത്താവിനെ നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം, ആ ബന്ധത്തിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ നിലനിൽപ്പ്, അതെല്ലാം ആ ബന്ധത്തിൻ്റെ എല്ലാം. ഇപ്പോൾ ഒരു പാലമാണെങ്കിൽ ഒരറ്റം നമ്മൾ റോഡിൽ ആ ജലാശയത്തിൻ്റെ ഇപ്പുറത്തും ഒരു അറ്റം അപ്പുറത്തുമായിരിക്കും. പക്ഷേ ആരാധനയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ വരുമ്പോൾ എപ്പോഴും പാലം പോലെയല്ല അത്. അതിൻ്റെ എല്ലാം അന്തിമ തീരുമാനം എല്ലാം കർത്താവിൻ്റെതാണത് മുഴുവനും. ചില സമയത്ത് ഇപ്പോൾ ഞാൻ എന്തെങ്ങനെ പറയണമെന്ന് അറിയാമോ? എന്നൊക്കെ മനസ്സിലായില്ലേ? കുറച്ചുകൂടി ഞാൻ ഉദ്ദേശിച്ചത് ലളിതമായിട്ട് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊരു വിഷയത്തിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ചില സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടത്ര ഒരു ഉത്തരം താമസിക്കും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? എപ്പോഴും ബൈബിള് പരിശോധിക്കുമ്പോൾ എപ്പോഴും അവസാനം നടപടിക്ക് വെക്കണത് ആരുടെ കാര്യത്തിലായിരിക്കും? ജനക്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ഭയങ്കര സ്പീഡാണ്. പക്ഷെ സ്വന്തക്കാരുടെ കാര്യത്തിലൊക്കെ കർത്താവ് ഇത്തിരി താമസിക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് താമസിക്കുന്നുണ്ടെന്ന് വേണേൽ പറയാം. ജനക്കൂട്ടത്തിന് വിശന്നപ്പോൾ തന്നെ അപ്പം കർത്താവ് ആശീർവദിച്ച് കൊടുത്തു. കാനായിൽ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ വെള്ളം വീഞ്ഞായി കൊടുത്തു. എല്ലാം സ്പീഡാണ്. ജനക്കൂട്ടത്തിൻ്റെ താനുമായിട്ട് വലിയ പേഴ്സണൽ ബന്ധമൊന്നുമില്ല, അതേസമയം തന്നെ താനുമായിട്ട് ഒരു നൈയാമികമായ ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം കർത്താവ് സ്പീഡാണ് ശരിക്കും. പക്ഷേ സ്വന്തപ്പെട്ട ആൾക്കാരുടെ കാര്യം വരുമ്പോൾ കർത്താവ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കണ കാണാം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയണതല്ല. ഈ ബൈബിൾ നോക്കുമ്പോൾ എനിക്ക് തോന്നണ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടാവുന്ന ഒരു വിഷയമാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 4-ാം യാമം, 4 എന്നുള്ള വാക്ക് ബൈബിളിൻ്റെ രസകരമായ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ്. അവൻ രാത്രിയുടെ 4-ാം യാമത്തിൽ, ഇപ്പം ഈ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ബെത്സയിദയിലേക്ക് മറുകരയ്ക്ക് പോകുന്ന സമയമില്ലേ, അപ്പം വർദ്ധിപ്പിച്ച രാത്രി, അപ്പം വർദ്ധിപ്പിച്ച ഒരു വൈകുന്നേരമാണ്. ആ 5 അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനങ്ങളുടെ കാര്യത്തിൽ അപ്പോസ്തലന്മാർ വന്ന് ആവരാതിപ്പെട്ടപ്പോൾ തന്നെ എമർജൻസിയായിട്ട് ആക്ഷൻ ഉണ്ടായി. അവരെ പറഞ്ഞു വിടാനാണ് അപ്പോസ്തലന്മാർ പറയണത്. പക്ഷേ ഈശോ പറഞ്ഞു വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ലൈനിങ് ആയിട്ടുള്ള ഇടപെടലുണ്ടായി. അവിടെ വെച്ച് തന്നെ അതിന് സമാധാനം ഉണ്ടാകും ജനങ്ങളുടെ കാര്യത്തിന്. പക്ഷേ സ്വന്തപ്പെട്ടവരുടെ കാര്യം വന്നപ്പോൾ, തന്നോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം വന്നപ്പോൾ സഹായിക്കാൻ ചെന്നപ്പോൾ 4-ാം യാമമായിപ്പോയി. എന്താ വെച്ചാൽ ഇവർ ബെത്സയിദയിലേക്ക് പോകുകയല്ലേ. ദാറ്റ് മീൻസ് ബെത്സയിദ നമുക്കറിയാം തെക്ക് വടക്കാണ് ഈ ഗലീലയിലെ കടൽ കിടക്കണതേ. അതിൻ്റെ തെക്ക് കിഴക്ക് വശത്താണ് ബെത്സയിദ എന്ന് പറയുന്ന പട്ടണം. അപ്പോൾ ഇവർ കഫർനാമിൽ നിന്ന് പടിഞ്ഞാറുന്ന് വന്നാലും അവിടെ ഇത്തിരി വീതി കുറവുള്ള സ്ഥലമാണ് ബെത്സയിദക്ക് ഓപ്പോസിറ്റുള്ള കടലേ. അവർ 6 കിലോമീറ്ററൊക്കെ ഉള്ളു. സാധാരണ 8 കിലോമീറ്റർ വരെ വരണതാണിത്. അപ്പോൾ ഈ 6 കിലോമീറ്റർ ഇവർ കിഴക്കോട്ട് ബെത്സയിദയിലേക്ക് പോവുകയാണ്. അത് വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ പോകാൻ പറ്റും. കാര്യം 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ശരിക്കും. പക്ഷേ ഇവർ 3 മണിക്കൂറല്ല എടുക്കണത്, 7, 5, 12, 3. അപ്പോൾ 5, 3, 8 മണിക്കൂറോളം എടുക്കുന്നുണ്ട് ഇവർ മൊത്തം. കാര്യം രാത്രി 4-ാം യാമം എന്ന് പറയുമ്പോൾ
ഈശോ അപ്പോഴാണ് ഇവിടെ അടുത്തേക്ക് കടലിന് മീതെ ചെല്ലണത്. ആ സമയം എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞാണ് ഈശോ ഇവിടെ അടുത്ത് എത്തണത്. വേണമെങ്കിൽ കർത്താവിന് നേരത്തെ എത്താമായിരുന്നു. അതാണ് അവിടുത്തെ പ്രശ്നം. ചില വിഷയങ്ങൾ 4 യാമം വരെ കർത്താവ് കാത്തു നിൽക്കുന്നു. സ്വന്തം അരുമ സന്താനങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ വെച്ച് താമസിപ്പിക്കൽ കുറച്ച് കൂടുതലാണ് കർത്താവിന്. ഇത് കർത്താവുമായിട്ട് ഇടപെടുമ്പോഴേ ഇത് രീതികളെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനത് നിങ്ങളോട് പറയത്തില്ല. ഇത് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം രാത്രിയുടെ 4 യാമം 6:38 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. രാത്രിയുടെ 4 യാമത്തിൽ അവൻ അവരുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ 4ാമത്തെ യാമം വരെ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് നമുക്ക് സംശയം തോന്നും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ പിതാവായ ദൈവവും പുത്രനായ ഈശോയും പരിശുദ്ധാത്മാവും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജിനു. ഞാൻ പാലാ രൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2022 ഏപ്രിൽ മാസം 23-നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ മാതാവിനെക്കുറിച്ച്, കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു. അന്ന് ഞാൻ ഓർത്തിരുന്നത് എൻ്റെ ഇടവകപ്പള്ളി മാതാവിൻ്റെ പള്ളിയാണ്. പിന്നെ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ചെറുപ്പം മുതലേ ഞാൻ ഈശോയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു കൃപാസനത്തിലെ ഒരു റീൽസ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഒരു യുവാവ് പറയുന്നു, നിങ്ങളിപ്പം കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചാലും മാതാവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, മാതാവിൻ്റെ സമയം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെ വരൂ. അത് പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ആ സമയങ്ങളിൽ ഞാൻ വളരെയധികം പ്രയാസങ്ങളിലൂടെ നടക്കുന്ന സമയമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, ജോലി റിസൈൻ ചെയ്തു, OETക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ പലവട്ടം എഴുതിയിട്ടും എനിക്ക് OET കിട്ടിയില്ല. ഇനി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും, ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും എന്നോർത്ത് നടക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കൃപാസന മാതാവേ, അമ്മ ഞാനിവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വരുത്തണമേ. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 4 മാസത്തിനകം ഞാൻ മസ്കറ്റിൽ MOHൽ ഒരു പ്രൈമറി എക്സ്റ്റൻഡ് ഹെൽത്ത് സെൻറ്ററിൽ ഞാൻ ജോലി ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവ് വളരെ നിസ്സാരമായി, പിതാവായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൽ എനിക്ക് നടത്തി തന്നു. ഞാൻ ചെന്ന സ്ഥലവും എല്ലാം മാതാവ് എല്ലാം ക്രമീകരിച്ചു. ഞാൻ അവിടെ മസ്കറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം ഒരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു. എനിക്ക് 2 ഇയർ കോൺട്രാക്റ്റ് പുതുക്കുന്ന, അങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഈ 2 ഇയർ ആകുമ്പോഴത്തേന് എൻ്റെ മാതാവേ, അമ്മ സമയത്തിന് മേൽ അധികാരമുള്ളതാണ്. എനിക്ക് 2 ഇയർ ആകുമ്പോഴത്തേന് എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ പോകാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, മാതാവ് സമയത്തിന് മേൽ അധികാരമുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ OETക്ക് വേണ്ടി ട്രൈ ചെയ്തു. വിതിൻ 1 ഇയറിനുള്ളിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ OET പാസ്സായി. അതാണ് മാതാവ് സമയത്തിന് മേൽ അധികാരമുണ്ട്. മാതാവ് എനിക്ക് അയർലൻഡിൽ സ്കോർ തന്നു. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയപ്പം ഞാൻ ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്ത ഏജൻസി എന്നോട് പറഞ്ഞു, താങ്കളുടെ ബയോഡേറ്റയും ഇതും വെച്ച് താങ്കൾക്ക് ഇപ്പം അയർലൻഡിൽ പോകാൻ വളരെയധികം പ്രയാസമാണ്. താങ്കൾ വേണമെങ്കിൽ വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് നല്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈമറി എക്സ്റ്റൻഡ് ഹെൽത്ത് സെൻ്ററാണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെങ്കിലും അതിന് ബെഡ് കപ്പാസിറ്റി കുറവാണ്. നിങ്ങൾക്കറിയാം, അയർലൻഡിലോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ബെഡ് കപ്പാസിറ്റി വേണം, നല്ല വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഞാൻ വളരെയധികം ഉറച്ചു വിശ്വസിച്ചു. മാതാവിൻ്റെ കാശ് രൂപത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചു, മാതാവേ, അമ്മയാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അമ്മയാണ് ഇനി എന്നെ മുന്നോട്ട് നയിക്കേണ്ടത്. പ്രിയമുള്ളവരെ,
ഞാൻ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. എൻ്റെ DL-ൻ്റെ പ്രോസസ്സിങ് നടന്നു. ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ അനുഭവപ്പെട്ടു. ഓരോ പേപ്പർ വർക്ക് നടക്കുമ്പോഴും ഞാൻ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. ഓരോ പേപ്പർ വർക്കുകളും ഓരോ ഓഫീസിന് മുന്നിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ തൈലം എടുത്ത് അതിൽ വിശുദ്ധ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ പല ഓഫീസുകളുടെ മുന്നിലും ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതെനിക്ക് ഉറപ്പായിരുന്നു, എങ്ങനെയും സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒത്തിരി പരിഹാസങ്ങൾ, ഒത്തിരി കളിയാക്കലുകൾ, ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ എല്ലാം ഞാൻ നേരിട്ടു. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ കൈവിട്ടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ എൻ്റെ ആൻറ്റിയുടെ സജഷൻ പ്രകാരം ഞങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട്, ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ യാതൊരുവിധ യോഗ്യതയില്ല. എനിക്ക് പ്രസൻ്റ്ലി ഒരു 4 years നിയർ ടു നഴ്സിംഗ് കരിയർ എക്സ്പീരിയൻസേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ക്യാപ്പുണ്ട്. ഇത് വെച്ച് എനിക്ക് അയർലൻഡിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ യോഗ്യതയില്ല. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ്, ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ഓരോ ഏജൻസിക്കും വളരെ ലിമിറ്റഡ്, ഐ തിങ്ക് ഒരു 4 അല്ലെങ്കിൽ 5 അത്ര ഏജൻസീസേ ഉള്ളൂ അയർലൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. ആ ഏജൻസിയുടെ ഓരോ ഇൻ്റർവ്യൂവിൻ്റെ ആഡ് കാണുമ്പോഴും ഞാൻ എൻ്റെ CV അയച്ചു കൊടുക്കുന്നു. ഒരിടത്തുനിന്നും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. എല്ലാ ദിവസവും ഓരോ മിനിറ്റ് തോറും ഞാൻ ഇങ്ങനെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു റിപ്ലൈയും കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, അങ്ങാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എനിക്കിനി ഞാൻ വേറെ ഒരു നഴ്സിംഗ് ഹോമിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു പ്രൈവറ്റിലോട്ടാണോ പോകേണ്ടതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ട് മാറ്റണമേ. കാരണം വളരെ ലിമിറ്റഡ് സമയമേ ഉള്ളൂ. അയർലൻഡിൽ നമ്മൾ 2 yearനുള്ളിൽ OET നമ്മൾ OETയുടെ എക്സ്പയറി ആകും. അതിന് മുമ്പ് എല്ലാം ശരിയാകണം. പക്ഷേ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഓർത്തിരുന്നത് ഫെബ്രുവരി മാസത്തിൽ എൻ്റെ DL ശരിയായി. ഏപ്രിൽ മാസം വരെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലോട്ട് നോക്കാം. തമ്പുരാനായിട്ട് ഞാനൊരു നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു സ്വപ്നം വന്നു. ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ എന്ന് പറഞ്ഞ് നീ ആ മെയിൽ അയക്കുക. ആ മെയിലിൽ അയച്ചേക്കുന്ന കവറിങ് ലെറ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ആ സെൻറ്റൻസിനോട് യാതൊരുവിധ ബന്ധവുമില്ല. ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ. വായിക്കുന്നവരവർക്ക് ഈ കുട്ടി എന്ത് മണ്ടത്തരമാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കെൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്ന് ഇറ്റ് ഈസ് വെരി നീഡ്ഫുൾ എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു. പ്രിയമുള്ളവരെ, എനിക്ക് 5 മിനിറ്റിനുള്ളിൽ ആ ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. ആ ഏജൻസി തന്നെ എന്നെ 1 വീക്ക് മുമ്പ് വിളിച്ചിരുന്നു. കുട്ടിയുടെ CV അക്സെപ്റ്റ് ചെയ്യത്തില്ല, കുട്ടി വർക്ക് ചെയ്യുന്ന ഏരിയ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ മെയിൽ അയച്ചതിൻ്റെ പകരം റിപ്ലൈ ആയിട്ട് എന്നെ അവർ വിളിച്ചു. ഞാൻ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ അങ്ങനെ ദുബായിൽ പോയി ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്കറിയാം, അയർലൻഡിലോട്ടൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വിളിക്കണമെങ്കിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ 100+ എബോവ് ബെഡ് കപ്പാസിറ്റി. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു എക്സ്റ്റെൻഡഡ് പ്രൈമറി ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സെൻ്റർ ആണെങ്കിൽ പോലും അവിടെ 39 ഒരു കൗണ്ട് ചെയ്താൽ പോലും കിട്ടുന്നില്ല. അങ്ങനെയുള്ള എനിക്ക് അയർലൻഡിൽ പിന്നെ അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ 4 years മിനിമം കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഇൻ ആ ഹോസ്പിറ്റലിൽ തന്നെ. ഇത് രണ്ടും നോക്കുമ്പം എനിക്ക് ഒട്ടും യോഗ്യതയില്ല. ഞാൻ അവിടെ മസ്കറ്റിൽ വന്നിട്ട് 2 year ആകുന്നേ ഉള്ളൂ. ബെഡ് കപ്പാസിറ്റി ഇല്ല, ഇയറിൻ്റെ എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ ഒരു മാതാവായിട്ട് ഇടപെട്ട് പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെ അയർലൻഡിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ പാസ്സായി. ഇപ്പം ഞാൻ അവിടെ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ലീവിന് വന്നതാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി. മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പിതാവായ ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ എന്നാലും എൻ്റെ ലിമിറ്റേഷനിൽ ഉൾപ്പെടുന്ന ഞാൻ ഓരോ പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോഴും ഇതെൻ്റെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അവരെ ഈശോയിൽ കണ്ട് അവരുടെ ഓരോ കുഞ്ഞു സഹായങ്ങളും ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈസാപരമായി എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പത്രവിതരണം എനിക്ക് അവിടെ വെച്ച് നടക്കാൻ പറ്റിയില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഓരോ മാസവും പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഓരോ പ്രാവശ്യവും ഉടമ്പടി ധ്യാനം കണ്ട് അത് യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട്.
പിന്നെ ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉപ്പ് എല്ലാം ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മറ്റുള്ളവരോടും പറയാറുണ്ട്. അങ്ങനെ പരിശുദ്ധ കൃപാസന മാതാവ് വഴി എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് കോടാനും കോടി നന്ദിയാണ്. എൻ്റെ പേര് അഞ്ജലി. ഞാൻ വൈക്കത്തു നിന്ന് വരുവാണ്. ഞാൻ ക്രൈസ്തവയാണ്. ഞാൻ നേഴ്സാണ്. ഞാൻ പഠിക്കുന്ന സമയത്താണ് കൃപാസനെ പറ്റി അറിയുകയും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പത്രം കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നത് ഞാൻ പഠിക്കുന്ന സമയത്താണ്. ഞാൻ 2023 ന്യൂസിലാൻഡിൽ കോമ്പിറ്റൻസി അസസ്മെൻറ്റ് ചെയ്യാനും തുടർന്ന് ജോലിക്കായി പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് 7 മാസത്തോളം ഞാൻ അവിടെ നിന്നിട്ടും ഒരു ജോലി ലഭിക്കാതെ തിരിച്ചു പോരാൻ പറ്റി. അത് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, നീ ചെന്ന് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, നിനക്ക് ഉറപ്പായിട്ടും മാതാവ് ഒരു വഴി ഉണ്ടാക്കി തരും. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ജൂൺ 2024 28 ഞാനിവിടെ വന്ന് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം എനിക്ക് ന്യൂസിലാൻഡിലെ ജോലി ആ സമയത്ത് കിട്ടാൻ ഒട്ടും സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും കുഞ്ഞിനും വിസ കിട്ടണം, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിക്കണമെന്ന് ഞാൻ ഉടമ്പടി വെച്ചു. ഞാൻ പത്രം എനിക്ക് കിട്ടിയതൊക്കെ വിതരണം ചെയ്ത് എല്ലാവരോടും പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അവിടെ വരുന്ന രോഗികളെ ഞാൻ അവരുടെ പ്രയാസങ്ങളും എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം യൂസ് ചെയ്യുകയും ഉപ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവ് അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ്, മാതാവ് എനിക്ക് 1 വർഷം ഞാനിവിടെ നിൽക്കേണ്ടി വന്നെന്നാലും അതിനുശേഷം എനിക്കൊരു ജോലി എങ്ങനെയെങ്കിലും ശരിയാക്കി തരണേ എൻ്റെ മാതാവേന്ന് ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് 1 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു. ആ പോകുന്ന വഴികളിൽ ഞാൻ സാക്ഷ്യം കേൾക്കുകയും മാതാവിന് ജപമാല ചൊല്ലുകയും എല്ലാം ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് മാതാവ് 2 നമ്പർ എനിക്ക് കാണിച്ചു തരുമായിരുന്നു എപ്പോഴും, 275 278. അന്ന് ഞാൻ ഓർക്കുമായിരുന്നു ഇതെന്താ ഈ നമ്പരെന്ന്. പക്ഷേ എനിക്ക് 1 വർഷത്തിന് ശേഷം ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിക്ക്, എനിക്ക് വളരെ പാടായിരുന്നു അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന കാര്യത്തിന്. മാനസികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കിട്ടാതെ പോയിട്ട് തിരിച്ച് വന്നിട്ട് എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി തന്നെയാണ് അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ 1 വർഷമൊക്കെ ആറായപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് ഞാൻ ഡ്യൂട്ടി ചെയ്തു, 1 വർഷം തികയാൻ പോവുകയാണ്, എനിക്കിപ്പോഴും ഒരു ജോലി ശരിയായില്ലല്ലോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഹസ്ബൻഡ് വിളിക്കുന്നത്, ഒരു ഫ്രണ്ട് വഴി റെഫറലായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരാളുടെ ഇൻ്റർവ്യൂ അവർ നടത്തുവാണ്, ഇനിയും ഒരു വേക്കൻസി കൂടെ ഉണ്ട്, 2 പേർക്ക് എന്തോ ആണ് ആ വേക്കൻസി ഉള്ളത്. അപ്പം ഓൾറെഡി ഒരാളെ അവരെടുത്തു, പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ ഉടനെ ഉണ്ടാവും, ഇനി ഒരാളെയാണ് വേണ്ടത്, പക്ഷേ 2 പേര് ഓൾറെഡി ഉണ്ട് അതിന്. അപ്പം നിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് അയച്ചു കൊടുത്തു. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, മാതാവേ ഇനി ഒരു ഇൻ്റർവ്യൂ എന്നെ വിളിക്കുവാണെങ്കിൽ അതെനിക്ക് ഉറപ്പായിട്ടും കിട്ടണം എൻ്റെ മാതാവെന്ന്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അതെല്ലാം അയച്ചു കൊടുത്തു. അവരെന്നെ ഇൻ്റർവ്യൂ വിളിക്കാൻ ഇടയായി. എനിക്ക് ഡ്യൂട്ടിയിൽ ലീവ് എടുക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം മാതാവ് ഒരുക്കി തന്നു. അങ്ങനെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റിസൈൻ ചെയ്യണമെന്ന് ഞാൻ ഒരുപാടായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇന്ന് തന്നെ റിസൈൻ ചെയ്യാമെന്നുള്ളൊരിത് തോന്നി. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോയി റെസിഗ്നേഷൻ വെച്ചു. ഞാൻ അവിടെ റെസിഗ്നേഷൻ വെച്ച് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിക്കാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെ എനിക്ക് മെയിൽ വന്നു, കൺഗ്രാജുലേഷൻസ്, ഇൻ്റർവ്യൂ പാസ്സായി, ബാക്കി ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനുശേഷം എനിക്ക് 27/8 അതായത് മാതാവ് എനിക്ക് കാണിച്ചു തന്നൊരു നമ്പറാണ് 278. അത് 27 8-ാം മാസം എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അത്
ഞാൻ മാതാവിനോട് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടാകണം. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റണം. അതുപോലെ ഞാൻ എഴുതി വെച്ച സാലറി, എനിക്ക് കടബാധ്യതകൾ ഒരുപാടുണ്ട്, ഒന്ന് പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ. അപ്പം ഇത്ര രൂപ എനിക്ക് സാലറി ആയിട്ട് കിട്ടണേ മാതാവേന്ന്, ഓരോ അവറിൽ ഇത്ര രൂപയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി പ്രാർത്ഥിച്ച അതേ തുക എനിക്ക് ഓഫർ ലെറ്ററിൽ കിട്ടി. അതിനുശേഷം വിസയ്ക്ക് ഇട്ടു. ഇന്നലെ എനിക്ക് 25-ാം തീയതി എനിക്ക് വിസ ഗ്രാൻഡായി കിട്ടി. ആ വിസ ഗ്രാൻഡ് നമ്പർ തന്നെ എനിക്ക് വീണ്ടും മാതാവ് കാണിച്ചു തന്ന 275 എന്ന നമ്പർ എൻ്റെ വിസ ഗ്രാൻഡ് നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ 3 അക്കം അതായിരുന്നു. മാതാവ് അവിടെ എനിക്ക് ഒരു വഴി കാണിച്ചു തന്നായിരുന്നു. അതിനുശേഷം ഇന്നലെ എനിക്ക് പുതുക്കി എൻ്റെ ഓഫർ ലെറ്റർ പുതിയത് വന്നു. ഡിസംബർ 22-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഡിസംബർ 2-ാം തീയതി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. മാതാവിനും തിരുക്കുമാരനും ഈ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് പറ്റാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പൈസയായിട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുത്ത് സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പത്രം കൊടുക്കാൻ പോകുമായിരുന്നു. ഞാൻ കാഷ്വാലിറ്റിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അടുക്കെ വരുന്ന ഓരോ ആൾക്കാരെയും ഒരു സേവനം എന്ന രീതിയിൽ തന്നെ ഓരോ പേഷ്യൻസിനെ നോക്കാനായിട്ട് എനിക്ക് മാതാവ് അവസരം തന്നു.